പത്തനംതിട്ട കൈപ്പട്ടൂർ ഏഴംകുളം റോഡ് അളക്കാനുള്ള കോൺഗ്രസിന്റെ വെല്ലുവിളി ഏറ്റെടുത്ത മന്ത്രി വീണ ജോർജിന്റെ ഭർത്താവ് ജോർജ് ജോസഫ്. വിവരങ്ങളുമായി സുജൂട്ടി ബാബു ചേരുകയാണ്. സുജു, കഴിഞ്ഞ ദിവസമാണ് കോൺഗ്രസിന്റെ ഒരു വെല്ലുവിളി, പരസ്യ വെല്ലുവിളിയിലേക്ക് കാര്യങ്ങൾ കടന്നത്. ഇപ്പോൾ ആ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് അളക്കാൻ വേണ്ടി മന്ത്രി വീണ ജോർജിന്റെ ഭർത്താവ് തയ്യാറായിരിക്കുകയാണ്. എന്താണ് സംഭവം? അഞ്ജന, അങ്ങനെയല്ല സംഭവം. കഴിഞ്ഞ ദിവസമല്ല, ഏതാനും മണിക്കൂർക്ക് മുമ്പാണ് കോൺഗ്രസിന്റെ പഞ്ചായത്ത് അംഗമായിരിക്കുന്ന അജയകുമാർ രണ്ടാംകുറ്റി വെല്ലുവിളി നടത്തിയിരിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് മന്ത്രി വീണ ജോർജിന്റെ ഭർത്താവ് ജോർജിയുടെ കെട്ടിടത്തിന് സമീപമാണ്. നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ ഓട നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട് മന്ത്രി വീണ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ ഓട നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട് മന്ത്രി വീണ ജോർജിന്റെ ഭർത്താവ് ജോർജി അലൈൻമെന്റ് മാറ്റം വരുത്തിയെന്ന് ആരോപിച്ചുകൊണ്ട് കോൺഗ്രസും രംഗത്തെത്തിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ കോൺഗ്രസ് ഈ മണ്ഡലത്തിൽ ഹർത്താൽ നടത്തുകയും ചെയ്തിരുന്നു. അതിനെ തുടർന്ന് ഇന്നലെ ചിറ്റയം ഗോപകുമാർ ഡെപ്യൂട്ടി സ്പീക്കറിന്റെ അധ്യക്ഷതയിൽ യോഗം ചേരുകയും പിന്നീട് ഈ പുറമ്പോക്ക് ഭൂമി അളന്ന് തിട്ടപ്പെടുത്തുന്ന നടപടി ഇന്ന് ആരംഭിക്കുകയും ചെയ്തു. ഈ ഘട്ടത്തിലാണ് കോൺഗ്രസ് നേതാവ് ഒരു വെല്ലുവിളിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. കോൺഗ്രസിന്റെ ഓഫീസ് തൊട്ട് സമീപത്ത് കോൺഗ്രസിന്റെ ഓഫീസിന് 23 മീറ്റർ വീതിയുണ്ടെന്നും എന്നാൽ വീണ ജോർജിന്റെ ഭർത്താവ് ജോർജിയുടെ കെട്ടിടത്തിന് മുമ്പിൽ വീതി ഇല്ല എന്ന ആരോപണമാണ്. അത് കോൺഗ്രസ് നേതാക്കൾ അളന്ന് കാണിക്കാമെന്ന വെല്ലുവിളി നടത്തി. എന്നാൽ വീണ ജോർജ് ഭർത്താവ് ജോർജ് ഈ വെല്ലുവിളി ഏറ്റെടുക്കുകയും നമ്മളിപ്പോൾ ഈ കാണുന്ന സ്ഥലത്തെത്തി അദ്ദേഹം കൃത്യമായി അളന്ന് കാണിക്കുകയും ചെയ്തു. കെട്ടിടത്തിന്റെ കിഴക്ക് ഭാഗത്ത് 15 മീറ്ററും ട്രാൻസ്ഫോമർ ഇരിക്കുന്ന പോലീസ് സ്റ്റേഷന്റെ ഭാഗത്ത് 17 മീറ്ററും ഉണ്ടെന്ന് അദ്ദേഹം അളന്ന് കാണിച്ചു. ഇതിനെ തുടർന്നാണ് പിന്നീട് മാധ്യമങ്ങൾ ആവശ്യപ്പെട്ട പ്രകാരം അദ്ദേഹം കോൺഗ്രസ് ഓഫീസിന് മുമ്പിലെത്തി അളക്കാനെത്തി. കോൺഗ്രസ് ഓഫീസിന് മുമ്പിൽ അളന്നപ്പോൾ അവിടെ 15 മീറ്റർ പോലും വീതിയുള്ളൂ. അതായത് 23 മീറ്റർ വീതിയുണ്ടെന്ന് കോൺഗ്രസ് അവകാശപ്പെടുന്നിടത്താണ് 15 മീറ്റർ മാത്രമാണ് വീതി. ഇപ്പോൾ ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ വീണ ജോർജിന്റെ ഭർത്താവ് ജോർജ് ഈ വിഷയത്തിൽ സ്ഥലമുടമയോട് പ്രതികരിക്കുന്നു. 2 അടി അകത്ത് മാറിയാണ് ഞാൻ ഈ ഇന്റർലോക്ക് ഇട്ടിരിക്കുന്നത്. ഇനി ഞാൻ കരം കൊടുക്കുന്ന സ്ഥലം ഇനിയും വേണോ? ഇനിയും ഞാൻ നൽകാൻ തയ്യാറാ. എന്നോട് ആരും ചോദിച്ചില്ലല്ലോ. അല്ല, നിങ്ങൾ ഈ ഇവരെ കണ്ടല്ലോ. നിങ്ങൾ എന്നോട് ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അളന്ന് ബോധ്യപ്പെടുത്തേണ്ട ചുമതല എനിക്കുണ്ട്. ഞാൻ കോൺഗ്രസിൻ്റെ പാർട്ടി ഓഫീസിൽ കയറിയില്ല. ഈ PWD റോഡിൽ അളക്കാൻ സാധിക്കില്ലെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഗുണ്ടായുസം എത്രമാത്രം ഉണ്ടെന്ന് ഇപ്പോൾ പിടികിട്ടിയല്ലോ. ഈ കോൺഗ്രസും BJP ഒക്കെ പ്രതിപക്ഷമാണെന്ന് വരുന്നത് എന്തായിരിക്കും പഞ്ചായത്ത് പ്രസിഡന്റ് മനസ്സിലാവാത്തത്? അല്ല, എനിക്ക് അതിന്മേലുള്ള കാര്യങ്ങളൊന്നും പറയാൻ ഞാൻ ആളല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഈ ബൗണ്ടറി ഫിക്സ് ചെയ്ത് തന്നത് സർക്കാരാണ്. ആ ബൗണ്ടറിയുടെ ഫിക്സ് ചെയ്തതിനുള്ള രേഖകൾ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ കാട്ടിത്തന്നു. എന്തെങ്കിലും കൃത്രിമമുണ്ടെന്ന് തെളിയിച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, ഈ ബിൽഡിംഗ് പൂർണ്ണമായിട്ടും വിട്ടു തന്നേക്കാം. ഇപ്പോൾ നമ്മൾ കൃത്യമായി അളന്ന് കാണിച്ചു. അളവുകളൊന്ന് കയറിയാണ്. അളവുകളൊന്നൊക്കെ പറയുക. അളവുകളോ? ഇതിപ്പോൾ നമ്മൾ അളവ് തെളിയിച്ച് കാണിച്ചിരിക്കുകയാണ്. അതെ. അവിടെ ആ തെക്ക് ഭാഗത്ത് 13.7 മീറ്റർ മതി വില്ലേജ് ഓഫീസിൻ്റെ രേഖപ്രകാരം റോഡിന്. പക്ഷേ അവിടെ ഇപ്പോൾ 15 മീറ്റർ ഉണ്ട്. ആ 15 മീറ്ററും തള്ളി വീണ്ടും 2 അടിയുടെ പുറകിൽ മാറിയാണ് ഞാൻ ഇൻ്റർലോക്കിട്ട് നിർത്തിയിരിക്കുന്നത്. നിങ്ങൾക്ക് പകൽ പോലെ വ്യക്തമല്ലേ ഇത്? വീണ്ടും ഇവിടെ 14 മീറ്റർ വേണ്ടിടത്ത് 17 മീറ്റർ ഉണ്ടെന്ന് നിങ്ങൾക്ക് ബോധ്യമായി. ഇവിടെ എവിടെ അളവിന് കുറവ്? കോൺഗ്രസ് പറഞ്ഞാൽ 23 മീറ്റർ ഉണ്ടെന്നാണ്. നമ്മളിപ്പോൾ അളന്നപ്പോൾ 15 മീറ്റർ മാത്രമേ ഉള്ളൂ. അതിൻ്റെ അർത്ഥം കോൺഗ്രസ് ഓഫീസ് ഇരിക്കുന്നത് അവരുടെ സ്ഥലത്തല്ലെന്നുള്ളത് അവർക്ക് ബോധ്യമായിട്ടില്ലെങ്കിൽ അത് വളരെ കഷ്ടമാണ്. PWD റോഡിന് 23.7 മീറ്റർ വീതി വേണമെന്നിരിക്കെ അത് എവിടെ പോയി എന്ന് ഇനി അളവുകാർ കണ്ടുപിടിക്കട്ടെ. ഞാൻ എന്ത് ചെയ്യാൻ? ഇപ്പോൾ ഈ വിഷയത്തിൽ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ടല്ലേ? ഇവിടുത്തെ ആളുകൾ, നാട്ടുകാർ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ഞാൻ ജില്ലാ കളക്ടർക്ക് ഒരു അപേക്ഷ നൽകിയിട്ടുണ്ട്. ഇവിടുത്തെ എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ ചുറ്റിപ്പറ്റി ആരോപണം ഉന്നയിക്കുകയും എന്നെ ആക്ഷേപിക്കാനും ശ്രമിക്കുകയും ചെയ്യുമ്പോൾ ഇതിൻ്റെ നിജസ്ഥിതി പുറത്തു കൊണ്ടുവരേണ്ട ചുമതല എനിക്കുള്ളതാണ്. അതുകൊണ്ട് ഇവിടെ അളന്ന് തിട്ടപ്പെടുത്തണമെന്നൊരു അപേക്ഷ ഞാൻ ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർക്ക് നൽകിയിട്ടുണ്ട്. ഈ അലൈൻമെൻറ്റ് മാറ്റി എന്നുള്ള ആരോപണം കോൺഗ്രസിൻ്റെ ഇവിടുത്തെ അതിനോട് പറഞ്ഞു. ഈ അലൈൻമെൻറ്റ് വർഷങ്ങൾക്ക് മുമ്പ് 5 വർഷം മുമ്പ് വന്ന അലൈൻമെൻറ്റാണ്. ഇവിടെ ഞാൻ മനസ്സിലാക്കുന്നത് ഇതുവരെ സ്ട്രെയിറ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇനിയുള്ള ഈ സ്ഥലം ഇവിടെ ഒരു ട്രാൻസ്ഫോർമർ ഇരിക്കുന്ന കാരണത്താലാണ് PWD ആ ട്രാൻസ്ഫോർമർ ഒഴിവാക്കി അപ്പുറത്തൂടെ ഈ ഓട കൊണ്ടുവന്നത്. ട്രാൻസ്ഫോർമർ മാറ്റുന്നതിനുള്ള ചെലവ് പോലും ഇവരുടെ എസ്റ്റിമേറ്റിൽ KRFBയുടെ എസ്റ്റിമേറ്റിലില്ല. അങ്ങനെ ഇരിക്കെ ഞാനാണ് ഈ അലൈൻമെൻറ്റ് മാറ്റുന്നത് ആര് വിശ്വസിക്കും?
ഇതാണ് ജോർജിക്ക് പറയാനുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. തൊട്ടടുത്ത സമീപത്ത് കോൺഗ്രസ് ഓഫീസിൽ അളക്കുമ്പോൾ അവർ 23 മീറ്റർ അവകാശപ്പെടുമ്പോൾ അവിടെയുള്ളത് 15 മീറ്റർ മാത്രമാണ്. ജോർജ് കൃത്യമായി ചൂണ്ടിക്കാട്ടുന്ന ഈ റോഡിന്റെ വീതി കൃത്യമായി ആ ഭാഗത്ത് കുറയുന്നു, അല്ലെങ്കിൽ പറയത്തക്ക രീതി വീതിയില്ലെന്നാണ് ജോർജ് ചൂണ്ടിക്കാട്ടുന്നത്. എന്നാൽ മറുഭാഗത്ത് കോൺഗ്രസ് അജയകുമാർ രണ്ടാം കുറ്റി അദ്ദേഹം അളന്ന് കാണിക്കാമെന്ന് വെല്ലുവിളിച്ചെങ്കിലും യഥാർത്ഥത്തിൽ ജോർജ് അളക്കാൻ എത്തുമ്പോൾ, അല്ലെങ്കിൽ മാധ്യമങ്ങളുടെ സാന്നിധ്യത്തിൽ അളക്കാൻ എത്തുമ്പോൾ കോൺഗ്രസ് ഈ വാഗ്ദാനത്തിൽ നിന്ന് പിന്നോക്കം പോകുകയും അതിനോടൊപ്പം തന്നെ ആ അളക്കുന്ന നടപടിയെ തടസ്സപ്പെടുത്തുകയുമാണ് ചെയ്യുന്നത്. കോൺഗ്രസ് നേതാവ് അജയകുമാർ രണ്ടാം കുറ്റി തന്നെയാണ് ഇന്ന് അല്പസമയത്തിനു മുമ്പ് വളരെ വ്യക്തമായി വെല്ലുവിളി ഉയർത്തിയത്. അവിടെ തങ്ങൾക്ക് 23 മീറ്റർ വീതിയുണ്ട്, മറുഭാഗത്ത് വീതിയില്ല എന്ന് വെല്ലുവിളി നടത്തി. എന്നാൽ കോൺഗ്രസ് നടത്തിയ വെല്ലുവിളി അമ്പെ പരാജയപ്പെടുകയായിരുന്നു. കാരണം റോഡ് അളന്നു നോക്കുമ്പോൾ അവിടെ 23 മീറ്ററിന് പകരം 15 മീറ്റർ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഇതാണ് കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. ഇതാണ് ഇന്നിപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. അഞ്ജന, ശരി, സുജൂട്ടി ബാബുവാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും പത്തനംതിട്ട കൈപ്പട്ടൂർ ഏഴംകുളം റോഡ് അളക്കാനുള്ള കോൺഗ്രസിന്റെ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ്. അളന്നു കാണിച്ചിരിക്കുകയാണ് മന്ത്രി വീണ ജോർജിന്റെ ഭർത്താവായ ജോർജ് ജോസഫ്. ഇതോടുകൂടി കോൺഗ്രസിന്റെ ആരോപണങ്ങളെല്ലാം തന്നെ പൊളിഞ്ഞു വീഴുന്ന കാഴ്ചയാണ് നമ്മൾ പത്തനംതിട്ടയിൽ നിന്ന് കണ്ടത്.